അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടാണ് ഈ സെക്കൻഡ് പാർട്ടിലോട്ട് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ നിന്ന് തന്നെ കണ്ടു നോക്കാനും കണ്ടതിന് ശേഷം ഇത് കാണാനും ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മളുടെ ഇൻവിസിബിൾ ഷോൾഡർ ജോയിനിങ് വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പാർട്ടിലാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ കട്ടിങ്ങും പിന്നെ ബാക്കി ഫിനിഷിങ്ങും ബാക്കിൽ ഹുക്ക് കൈയും വെക്കാനുള്ളതാണ് ഈ പാർട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്ലീവ്സ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് സ്റ്റിച്ച് ചെയ്യാമെന്നും കാണാം. അപ്പോൾ ഞാനൊരു പഫ് സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ ഒരു ബോർഡർ വരുന്ന വശമാണ് ഞാൻ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പഫ് സ്ലീവ് മേലുള്ള പ്ലെയിൻ പാർട്ടും താഴോട്ട് ഈ ഒരു ബോർഡറും കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ആവശ്യമുള്ള ലെങ്ത്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനൊരു 11 ഇഞ്ച് പ്ലസ് ഒരു 1 തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 12 അടയാളപ്പെടുത്തി. എന്നിട്ട് ആ ഒരു 12 നിന്ന് മേളിലോട്ട് ഞാനൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ എടുക്കാം. മേളിലോട്ടൊരു ഡോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് വരയ്ക്കണം. ഈ ഒരു ഷേപ്പ് വരയ്ക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു 12 അടയാളപ്പെടുത്തിയില്ല, ആ 12ൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ എൻഡിലോട്ടെ 4 എവിടെ കിട്ടുന്നോ ആ ഒരു 4 എവിടെയാണ് കിട്ടുന്നത് അവിടെയാണ് നമ്മൾ ആ ഒരു ഇങ്ങനെ ആ ഒരു ചരിവ് കൊടുക്കാനുള്ള. അങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചാണ്. ഇനി നമ്മൾ മേളിൽ 3 ഇഞ്ച് അധികമായിട്ട് വരച്ചില്ലേ, അവിടെ നിന്ന് ഇതേപോലൊരു ഷേപ്പ് താഴോട്ട് ഇറക്കണം. അവിടെയാണ് നമ്മൾ പഫ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് താഴത്തെ ഭാഗം നമ്മുടെ കൈമുട്ടിൻ്റെ അവിടെ എത്രയാണോ അളവ് നമുക്ക് കിട്ടുന്നത് ആ ഒരു അളവിൻ്റെ 2/1 ഭാഗവും, അതായത് നമുക്ക് 10 കിട്ടുന്നുണ്ടെങ്കിൽ 10ൻ്റെ പകുതി 5 പ്ലസ് തയ്യൽ തുമ്പും കൂടെ ഇട്ട് ഇങ്ങനെ ഒരു അളവ് കൊടുത്ത് നമ്മളൊന്ന് നമ്മൾ താഴെ വരച്ചല്ല മേളിൽ അഡീഷണൽ എടുത്ത അവിടെ നിന്നാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ മേളിലെടുത്ത അഡീഷണൽ നമ്മൾ ഒറിജിനൽ കയ്യിൽ അതും തമ്മിലൊരു ജോയിൻറ്റ് വരില്ല, അവിടെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം. അത്രയും ഒരു ഭാഗത്താണ് നമുക്ക് പഫ് വെച്ചെടുക്കാനുള്ളത്. പഫ് സ്ലീവ്സിൻ്റെ പഫ്സ് വെച്ച് കൊടുക്കാനുള്ളത്. എൻ്റെ കൊച്ചു വരെ എന്നെ നോക്കി ചിരിക്കും പഫ്സ് എന്ന് കേട്ടപ്പോൾ. പഫ് വെച്ച് കൊടുക്കാനുള്ളത് അതിൽ ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചു തന്നതുപോലെ ആ ഒരു രീതിയിൽ നമ്മൾ പ്ലീറ്റിട്ട് ആദ്യത്തെ കട്ടിൽ നിന്ന് രണ്ടാമത്തെ കട്ടിലോട്ട് പ്ലീറ്റിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു പോർഷൻ്റെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിരിക്കും. നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഷോൾഡറൊക്കെ ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും അധികമായിട്ടുള്ള തുണിയൊക്കെ ഒന്ന് വെട്ടി ഷേപ്പായിട്ട് കൊടുക്കണം. ഇനി നമ്മളിതാ ഇതിൽ കാണുന്നത് പോലെ 2 സ്ലീവ്സിൻ്റെ ഒരു ഇഞ്ച് വ്യത്യാസം വരുന്നത് പോലെ ഇതിൽ കാണുന്നത് പോലൊന്ന് 1 ഇഞ്ച് കുറച്ചിങ്ങനെ അങ്ങോട്ട് നീക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് മേളിൽ അധികമായിട്ട് വരുന്ന അതൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ നമ്മുടെ സ്ലീവ്സ് ഒന്ന് കുഴിച്ച് വെട്ടുമല്ലേ, ആ പരിപാടി ഇവിടെ കഴിയും. പിന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യത്തെ ആ ഒരു കട്ടിൽ നിന്ന് ഇതേപോലെ കുട്ടി പ്ലീറ്റുകൾ കൊടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ കട്ടിൻ്റെ അവിടെ വരെ ഇതേപോലെ ഒന്ന് കിട്ടും. നമുക്ക് ഇതേപോലെ 2 കൈ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഫിനിഷ് ചെയ്ത കൈ നല്ല തുണി നല്ല വശം ചേർത്ത് നമ്മളുടെ ഡ്രസ്സിലോട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. 2 സൈഡും 2 സ്ലീവ്സും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 സ്ലീവ്സും ജോയിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്കിലെ പട്ട ഐ ഒക്കെ വെക്കണ്ടേ, അതിനാണ് നമ്മുടെ സ്ക്വയർ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കി ഇതേപോലെ ഒരു കട്ട് കൊടുക്കണം. ഇനി നമുക്കിത് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 തുണി കഷ്ണങ്ങളും കൂടെ വേണം. നമ്മൾ സ്ലീവ് വെട്ടിയില്ലേ ആ ഒരു തുണിയുടെ ബാക്കിയുള്ളതെന്ന് നമ്മളിതിൻ്റെ ലെങ്ത്ത് എത്രയാണോ നോക്കി ആ ഒരു ലെങ്ത്തിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് 2 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് വീതിയിലും 2 തുണികൾ വെട്ടിയെടുക്കണം. അതായത് സെയിം അളവിൽ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ സെയിം അളവുണ്ടല്ലോ സെയിം നീളത്തിൽ 1/2 ഇഞ്ചും കൂടെ കൂടുതലിട്ട് 2 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് വീതിയിലും ഇതേപോലെ 2 പീസ് തുണി ഒന്ന് വെട്ടിയെടുക്കണം. ഇനി അതിൽ 2 ഇഞ്ച് തുണിയാണ് നമുക്ക് ഹുക്ക് വയ്ക്കുന്ന സൈഡിൽ. ഞാനിപ്പോൾ ഒരു തുണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടത് സൈഡിലാണ് ഹുക്ക് വെച്ച് കൊടുക്കണം, വലത് സൈഡിലാണ് അതിൻ്റെ ഐ വയ്ക്കാനുള്ള സംഭവം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ആ ഒരു സൈഡിൽ 2 ഇഞ്ച് നമ്മൾ എടുത്തില്ലേ, അതിനെ ഇതേപോലെ ഈക്വലായിട്ട് 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ നീളത്തിൽ അധികം എടുത്ത 1/2 ഇഞ്ച് പുറകോട്ട് ഇങ്ങനെ മറിച്ച് വെച്ച് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പുറകു സൈഡിലോട്ടൊന്ന് കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ എൻഡിലൂടെ ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2ആയിട്ട് മടക്കി 1/2 ഇഞ്ച് നമ്മൾ താഴോട്ട് ഇങ്ങനെ അധികമായിട്ട് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് അതെന്തെന്ന് വെച്ചാൽ അതിൻ്റെ മേൽഭാഗം നല്ല ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും ഗൈസ്. നമുക്ക് ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ബാക്കി എന്തെങ്കിലും അധികമായിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമ്മൾ അതൊന്ന് നൂത്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇതേപോലെ കിട്ടും.
എന്നിട്ട് നമ്മളിതാ ആ ഒരു പോർഷനെ ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കണം. അതായത് ഇതേപോലെ ബാക്കിലോട്ട് കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ എൻഡിലൂടെ ഒരു അടി കൊടുക്കണം. പിന്നെ ആ ബാക്കി വരുന്ന തുണിയില്ലേ അതിലും കൂടെ നല്ലത് ഒരു അടിയും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗം അത്ര നല്ല ഫിനിഷായിട്ട് കിട്ടും, നമുക്ക് നല്ല ഭംഗിയായിട്ടിട്ട്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സൈഡാണ്, ഇവിടെ നമുക്ക് ഐ വെക്കാനുള്ള പോർഷനാണ്. ഇത് വേറെ രീതി, അത് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ രണ്ടായിട്ടൊന്നും മടക്കണ്ട, നേരെ അതേ ആ ഒരു തുണി ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ പുറകോട്ട് മാറ്റി വെച്ചതിന് ശേഷം എൻഡിലൂടെ ഒരു അടി നമ്മൾ താഴെ വരെ കൊടുക്കണം. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതേ കണ്ടതുപോലെ ഇരിക്കും. ഇനി നമ്മൾ അതിനെ തിരിച്ച് അതിൻ്റെ എൻഡ് ഒന്ന് ജസ്റ്റ് ഒരു മടക്കിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് വേണം നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ചിലോട്ട് വെച്ച് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ താഴത്തെ ഭാഗം ഒന്ന് ഷേപ്പ്, അതായത് നമ്മുടെ താഴെ നമുക്ക് വേണമെങ്കിൽ പട്ട വെച്ചൊക്കെ വെക്കാം, അത് ഒരുപാട് ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിട്ട് മടക്കിയാണ് അടിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കറക്റ്റ് ഞാനൊരു 17.5 അളവാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. എല്ലായിടും ഒരേപോലെ കിട്ടാൻ വേണ്ടി ഫ്രണ്ടിലെ പോർഷൻ്റെ 2 സൈഡും ബാക്കിലെ പോർഷൻ്റെ 2 സൈഡും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 17.5 കിട്ടുന്ന അവിടെ ഞാനൊരു മടക്ക് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ബാക്കിയുള്ളതിനെയാണ് ഞാൻ പുറകിലോട്ട് മടക്കി വെക്കുന്നത്. അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ബ്ലൗസിൻ്റെ താഴ്ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് ഷേപ്പും കൂടെ ചെയ്താൽ മതി. നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ഇവിടെ റെഡിയാവും. ഇത് ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കാം. മാത്രമല്ല ഇതിൻ്റെ പട്ടുപാവാട നമ്മുടെ അളവിൽ എങ്ങനെ തയ്ക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടെ ഇട്ടിട്ട് കാണാം. പിന്നെ അമ്മയെ ഞെട്ടിക്കണ്ടേ, അമ്മയുടെ സാരി അടിച്ച് മാറ്റിയല്ലേ, അമ്മയെ ഞെട്ടിക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ പാവാട തയ്ക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ബിഗിനർ ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. ടാറ്റാ.